നമ്മുടെ ക്രിസ്മസ് ഡേയുടെ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ എന്തെങ്കിലും ഓരോന്നൊക്കെ വിഭവങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരാം കേട്ടോ. ക്രിസ്മസ് ഈവിൻ്റെ കഴിഞ്ഞിട്ട് നമ്മളാണെങ്കിൽ പോർക്കാണ് ഉണ്ടാക്കി കൊണ്ടുപോകണേ. അപ്പോൾ ചുമ്മാ പോർക്കൊന്ന് കുക്കറിലല്ലാതെ ചുമ്മാ ഒന്ന് വേവിച്ചിട്ട് ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് അതിനുശേഷം കുറച്ച് സവാളയും കുറച്ച് തേങ്ങാക്കൊത്തും നമ്മുടെ നാടൻ വെളിച്ചെണ്ണയുടെ തേങ്ങാക്കൊത്ത് അത്യാവശ്യം ഇടുന്നുണ്ട്. എനിക്ക് പോർക്കിൽ തേങ്ങാക്കൊത്തിൻ്റെ ടേസ്റ്റ് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ നമ്മുടെ കോക്കനട്ട് ഓയിലും തേങ്ങാക്കൊത്തിൽ കോക്കനട്ട് ഓയിൽ തേങ്ങാക്കൊത്തൊക്കെ ഇടുന്ന വാടി വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ വേറെ അങ്ങനെ കുറേ മസാല ഇട്ടിട്ടുള്ള പരിപാടിയല്ല കേട്ടോ. ചുമ്മാ നമ്മൾ ഡ്രൈ ഫ്രൈ ആയിട്ട് എടുക്കത്തില്ലേ, നമ്മുടെ നല്ല നാടൻ തേങ്ങ വെളിച്ചെണ്ണ ഇട്ടിട്ടുണ്ട്. കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി കൊടുക്കണ്ടേ. അതൊന്ന് പയ്യിരുന്ന് വഴണ്ട് ചെയ്യുമ്പോൾ നല്ല പോർക്ക് ഡ്രൈ ഫ്രൈ കിട്ടുമായിരിക്കും. ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഭയങ്കര ഹാൻഡി കേട്ടോ. നമുക്ക് പെട്ടെന്ന് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് സവാള മാത്രം ഇരിഞ്ഞാൽ മതിയല്ലോ, ബാക്കിയുള്ള ഗ്രേവിക്കുള്ളതൊക്കെ ഇതിൽ നിന്ന് കിട്ടുമല്ലോ. ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെക്കും. ഓപ്പൺ ചെയ്യണമെങ്കിൽ മുന്നേ പുറത്ത് തന്നെയാണ് കേട്ടോ വെക്കാറ്. അങ്ങനെ അത് വളർത്തിയെടുത്ത കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ കണ്ടോ, ഇതിങ്ങനെ പൊടിഞ്ഞു പോയി, വേവ് കൂടിപ്പോയി. അമ്മ വിളിച്ച് വർത്താനം പറയണതിൻ്റെ ഇടയിൽ ഇച്ചിരി കാര്യം വിട്ടുപോയി. അത് കാരണം കൊണ്ട് അത് വേവ് കൂടിപ്പോയി. ഇപ്പോൾ അമ്മയുടെ തലയിലേ കുറ്റം വെച്ചേക്കണേ. അപ്പോൾ അല്ലെങ്കിൽ പണ്ട് എനിക്ക് സ്വഭാവം ഉണ്ട് കേട്ടോ. കല്യാണത്തിന് അമ്മയുടെ തലയിലാണ്, കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് ഇച്ചാൻ്റെ തലയിലാണ്. എനിക്കോട് കുറേ പേരുണ്ടെന്നുള്ള സെയിം സ്വഭാവമുള്ളവർ. ഇനി ഫ്രണ്ട്സിൻ്റെ അടുത്ത് കിട്ടുമായിരിക്കും ഇതുപോലെ വേവ് കൂടി പൊടിച്ച് കൊണ്ടുപോകണേ. പക്ഷേ ടേസ്റ്റ് ഉണ്ട്. ആ നാടൻ വെളിച്ചെണ്ണയുടെയും തേങ്ങാക്കൊത്തിൻ്റെയും കൂടെ വന്നിട്ട് പോർക്കിൻ്റെ കൂടെ വന്നിട്ട് ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒരു കുഴപ്പമില്ലായിരിക്കും അല്ലേ.